يا أيها النبي إنا أحللنا لك أزواجك اللاتي آتيت أجورهن وما ملكت يمينك مما أفاء الله عليك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم لكي لا يكون عليك حرج وكان الله غفورا رحيما. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أما بعد السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ സൂക്തമാണ് ഇന്ന് നാം പഠിക്കുവാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ പ്രവാചക, ഇന്നാ അഹ്ലൽനാ ലക, നാം താങ്കൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു, അസ്വാജക, താങ്കളുടെ ഭാര്യമാരെ, അല്ലാത്തി ആത്തൈത്ത ഉജൂറഹുന്ന, താങ്കൾ അവർക്ക് വിവാഹമൂല്യം നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള ഭാര്യമാരെ താങ്കൾക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു. വമാ മലക്കത്ത് യമീനുക, താങ്കളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ ഒന്നിനെയും, മിമ്മ അഫാ അല്ലാഹു അലൈക, അല്ലാഹു താങ്കൾക്ക് യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തി തന്ന ഒന്നിൽ നിന്ന്, അഥവാ യുദ്ധത്തിൽ സമരാർജിത സ്വത്തായി ലഭിച്ച അടിമ സ്ത്രീകളാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വബനാത്തി അമ്മിക്ക, താങ്കളുടെ പിതൃ സഹോദരന്റെ പുത്രിമാരും, വബനാത്തി അമ്മാത്തിക്ക, താങ്കളുടെ പിതൃ സഹോദരിമാരുടെ പുത്രിമാരും, വബനാത്തി ഖാലിക്ക, താങ്കളുടെ മാതൃ സഹോദരന്റെ പുത്രിമാരും, വബനാത്തി ഖാലാത്തിക്ക, താങ്കളുടെ മാതൃ സഹോദരിമാരുടെ പുത്രിമാരും താങ്കൾക്ക് അനുവദിക്കപ്പെട്ട വിഭാഗത്തിലാണ്. അല്ലാത്തി ഹാജർണമാക്ക, താങ്കളോടൊപ്പം ഹിജ്റ ചെയ്ത പിതൃ സഹോദരീ സഹോദരപുത്രികളും മാതൃ സഹോദരീ സഹോദരപുത്രിമാരും താങ്കളോടൊപ്പം ഹിജ്റ ചെയ്തിരിക്കുക എന്ന നിബന്ധനയോടെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. വമ്രഅത്തൻ മുഅ്മിനത്തൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബി, സത്യവിശ്വാസിനിയായ സ്ത്രീയും അവൾ പ്രവാചകന് സ്വയം ദാനം ചെയ്യാൻ തീരുമാനിച്ചാൽ, ദാനമായി സമർപ്പിക്കാൻ തീരുമാനിച്ചാൽ, ആ വിശ്വാസിനിയായ സ്ത്രീയും താങ്കൾക്ക് അനുവദിക്കപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇൻ അറാദൻ നബിയു അൻ യസ്തൻകിഹഹാ, പ്രവാചകൻ അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, ഇത് വിശ്വാസികളെ കൂടാതെ താങ്കൾക്ക് പ്രത്യേകമായുള്ള ഒരു നിയമമാണ്. അതായത് ഒരു സ്ത്രീ സ്വയം ദാനം ചെയ്ത് അവളെ സമർപ്പിച്ചാൽ പ്രവാചകൻ അല്ലാത്ത വിശ്വാസികൾക്ക് അത് അനുവദനീയമല്ല. ഖദ് അലിംനാ മാ ഫറദ്നാ അലൈഹിം, നാം അറിഞ്ഞിരിക്കുന്നു, മാ ഫറദ്നാ അലൈഹിം ഫീ അസ്വാജിഹിം, അവരുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നാം നിയമമാക്കി നിശ്ചയിച്ച ഒന്നിനെക്കുറിച്ച്, വമാ മലക്കത്ത് ഐമാനുഹും, അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളുടെ വിഷയത്തിലും നമ്മുടെ നിയമങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കുന്നു. ലിക്കൈ ലാ യകൂന അലൈക ഹറജുൻ, താങ്കൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും ഇല്ലാതിരിക്കാൻ വേണ്ടി. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വതആല വിവാഹം ചെയ്യൽ അനുവദിച്ച വിഭാഗത്തെക്കുറിച്ചാണ്
ഈ സൂക്തത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. സൈനബ് ബിൻത് ജഹ്ഷിനെ പ്രവാചകൻ കല്യാണം കഴിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന് 4 ഭാര്യമാർ ഉണ്ടായിരുന്നു. 5ാമത്തെ ഭാര്യയായി സെയ്ദ് വിവാഹമോചനം ചെയ്ത സൈനബിനെ വെൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകനെതിരെ സ്വഭാവഹത്യ നടത്തുവാനും ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിടാനും കപടവിശ്വാസികളും ജൂതന്മാരും മറ്റും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്നും പ്രവാചകനെതിരെ നിലനിൽക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്ന് പ്രവാചകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ ഈ വിഷയത്തിൽ നല്ല ഒരു അവഗാഹം ഉണ്ടായിരിക്കുക എന്നത് അത്യാവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി വിവാഹം ചെയ്യുന്നത് തന്റെ 25ാമത്തെ വയസ്സിൽ 40 വയസ്സ് പ്രായമായ വിധവയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആ ദാമ്പത്യബന്ധം നീണ്ട 25 വർഷക്കാലം പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും അധിഷ്ഠിതമായ രീതിയിൽ നിലനിന്നു. പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം അവരെക്കുറിച്ച് ആലോചിച്ച് വിങ്ങിപ്പൊട്ടാറുണ്ടായിരുന്നു. അത്രയും അഗാധമായിരുന്നു ഖദീജയുമായുള്ള സ്നേഹബന്ധം. ഖദീജ റളിയല്ലാഹു അൻഹയുമായി ദാമ്പത്യബന്ധം നിലനിന്ന സന്ദർഭത്തിൽ പ്രവാചകൻ മറ്റൊരു കല്യാണത്തെക്കുറിച്ച് ഒരിക്കലും ആലോചിച്ചിരുന്നില്ല എന്നതും നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ശത്രുക്കളുടെ ആരോപണം, ലൈംഗികമായ ജഡികാസക്തി തീവ്രമായപ്പോൾ പ്രവാചകൻ പരക്കെ വിവാഹം ചെയ്യുകയായിരുന്നു എന്നതാണ്. ആ വാദഗതിയുടെ മുന്നയൊടിക്കാൻ ഈ മറുപടി തന്നെ പര്യാപ്തമാണ്. തന്നെക്കാൾ 15 വയസ്സ് പ്രായം കൂടുതലുള്ള ഒരു വിധവയെ കല്യാണം കഴിച്ചുകൊണ്ട് ആ ബന്ധം 25 വർഷക്കാലം സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, പരസ്പര ബഹുമാനത്തോടുകൂടി നിലനിന്നു എന്നത് തന്നെ ആ ആരോപണത്തിനുള്ള മറുപടിയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിക്കുന്നത് വൃദ്ധയായ സൗദ റളിയല്ലാഹു അൻഹയാണ്. 4 വർഷത്തോളം ആ ബന്ധം നിലനിന്നു. പിന്നീട് 53 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് പ്രവാചകന്റെ ലൈംഗികാസക്തി മൂലം ബഹുഭാര്യത്വത്തിലേക്ക് കടന്നത് എന്ന ആരോപണം എത്രമാത്രം അബദ്ധജടിലമാണ്. സൈനബിനെ വിവാഹം ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രവാചകന് 4 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഹിജ്റ 3-ാം വർഷത്തിന്റെ ശേഷമാണ് സൗദ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നുണ്ട്. ഹിജ്റ 3-ാം വർഷം തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നതെങ്കിലും 1 വർഷം കഴിഞ്ഞ ശേഷമാണ് അവരുമായുള്ള ദാമ്പത്യ ബന്ധം ആരംഭിക്കുന്നത്. ഹിജ്റ 3-ാം വർഷമാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം. ഹിജ്റ 4-ാം വർഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. സൈനബ് ബിൻത് ജഹ്ഷുമായുള്ള വിവാഹം 5ാമത്തേതായിരുന്നു. വിശ്വാസികൾക്ക് 4 ഭാര്യമാർ അധികമുണ്ടാകരുത് എന്നത് അള്ളാഹുവിന്റെ നിയമമാണ്. സൃഷ്ടാവായ നാഥൻ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിലധികം ഭാര്യമാരെ കൂടെ വെക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്. പ്രവാചകൻ നേരിട്ട് സ്വന്തമെടുത്ത ഒരു തീരുമാനമായിരുന്നില്ല അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം അനുവദിച്ച വിഭാഗത്തിൽ എണ്ണപ്പെട്ട വബനാത്തി അമ്മിക്ക വബനാത്തി അമ്മാത്തിക്ക വബനാത്തി ഖാലിക്ക വബനാത്തി ഖാലാത്തിക്കല്ലാത്തി ഹാജർന മാക്ക്, പിതൃ സഹോദരി സഹോദരപുത്രിമാരും മാതൃ സഹോദരി സഹോദരപുത്രിമാരും പ്രവാചകനോടൊപ്പം ഹിജ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ക്രിസ്തീയ ജൂത മതങ്ങളിൽ തദ്വിഷയകമായി വ്യത്യസ്തമായ നിയമങ്ങളാണ് ഉള്ളത്. ഇമാം ഇബ്നു കസീർ പരാമർശിച്ചതുപോലെ കാനൻ നസ്വാറ ലാ യതസവ്വജൂനൽ മർഅത ഇല്ലാ ഇദാ കാന റജുൽ ബൈനഹു വ ബൈനഹാ സബ്അത്ത് അജ്ദാദിൻ ഫസായിദൻ. ക്രിസ്ത്യാനികൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നില്ല. ആ പുരുഷനും അവളും തമ്മിൽ 7 തലമുറകളിലോ അതിലും കൂടുതലോ ഉള്ള വംശബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിലല്ലാതെ. എന്നാൽ ഇസ്ലാം ഈ ബന്ധം പ്രവാചകന് അനുവദിച്ചു ഒരു നിബന്ധനയോടുകൂടി. സാധാരണ മുസ്ലിം വിശ്വാസികൾക്ക് ഈ എണ്ണപ്പെട്ട വിഭാഗം അനുവദനീയമാണ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹോദരന്റെ പുത്രിമാരെയും
സഹോദരീ പുത്രിമാരെയും വിവാഹം കഴിക്കൽ അവർക്ക് അനുവദനീയമാണ്. ഇസ്ലാമിക ശരിയത്ത് ജൂത ക്രിസ്തു മതങ്ങളുമായി ഈ വിഷയങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകളാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അങ്ങനെ കുടുംബത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 7-ാം വർഷം ഉമ്മു ഹബീബയെ വിവാഹം ചെയ്തതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ ഭാര്യമാരിൽ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട റൈഹാന, അവർ ബനു ഖുറൈദ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ജുവൈരിയ ബനുൽ മുസ്തലിഖ് യുദ്ധത്തിലാണ് അവർ തടവിലാക്കപ്പെട്ടത്. സഫിയ ഖൈബർ യുദ്ധത്തിൽ തടവിലാക്കപ്പെട്ടു. ഈ 3 പേരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതന്ത്രരാക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മാരിയത്തുൽ ഖിബ്തിയ എന്ന കോപ്റ്റിക് വംശജയായ അടിമ സ്ത്രീ പ്രവാചകനുമായി ദാസിയായിക്കൊണ്ട് തന്നെ ദാമ്പത്യബന്ധം പങ്കിട്ടു എന്നാണ് ചില ചരിത്രകാരന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വംറഅത്തൻ മുഅ്മിനത്തൻ ഇൻ വഹബത് നഫ്സഹാ ലിന്നബിയ്യി എന്ന് പറഞ്ഞ വിഭാഗത്തിൽ സ്വയം ദാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമർപ്പിച്ച വിഭാഗത്തിൽ പത്നീപദം അലങ്കരിച്ച ആരും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. മറ്റു ചില റിപ്പോർട്ടുകളിൽ മൈമൂന ബിൻതുൽ ഹർസ്, സൈനബ് ബിൻത് ഹുസൈമ, അവർ ഉമ്മുൽ മസാക്കിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ഉമ്മു ശരീഖ് ബിൻത് ജാബിർ, ഖൗല ബിൻത് ഹക്കീം എന്നീ സ്ത്രീകൾ സ്വയം ദാനമായി സമർപ്പിച്ച് പ്രവാചകന്റെ പത്നീപദം അലങ്കരിച്ചു എന്ന് ചില തഫ്സീറുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ വിഭാഗത്തിന് വലിയ മഹർ എന്നീ നിബന്ധനകൾ ബാധകമല്ല എന്നുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതാണ്. ഖാലിസത്തല്ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, പ്രവാചകന് പ്രത്യേകമായി ഉള്ള മറ്റ് വിശ്വാസികൾക്ക് ബാധകമല്ലാത്ത ഒരു നിയമമായിക്കൊണ്ടാണ് സ്വയം ദാനമായി സമർപ്പിക്കുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യൽ പ്രവാചകന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള വേറെയും ചില വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തഹജ്ജുദ് നമസ്കാരം നിർബന്ധമായിരുന്നു. സാധാരണ വിശ്വാസികൾക്ക് അത് ഐച്ഛികമാണ്. പ്രവാചകനും കുടുംബത്തിനും സക്കാത്ത് സ്വീകരിക്കുക എന്നത് നിഷിദ്ധമായിരുന്നു. അനന്തരസ്വത്ത് അവകാശികളിൽ വിധിക്കപ്പെടുന്നതല്ല. പ്രവാചകന്റെ വിധവകൾ മറ്റ് മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ്. അതുപോലെ വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് എന്ന ഖുർആൻ സൂക്തത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുത്തും പദ്യപാരായണമൊക്കെ പ്രവാചകന് നിഷിദ്ധമായ വിഷയമായി ചില പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. ലാ തമുദ്ദന്ന ഐനൈക ഇല്ലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും, താങ്കളുടെ കണ്ണുകൾ നാം ഭൗതികമായ സുഖസൗകര്യങ്ങൾ നൽകിയവരിലേക്ക് നീളരുത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള ഭൗതിക സുഖാഡംബരങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക എന്നത് പ്രവാചകന് ഭൂഷണമല്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ചില മുഫസ്സിറുകൾ. ലിക്കൈ ലാ യകൂന അലൈക ഹറജുൻ, താങ്കൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതിരിക്കാൻ എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനപരവും ശിക്ഷണപരവുമായ രാഷ്ട്രീയ സാമൂഹ്യ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജാഹിലിയ വ്യവസ്ഥ മാറ്റി പകരം ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ സംസ്ഥാപനത്തിന് പ്രവാചക പത്നിമാരുടെ സഹകരണം വളരെ അത്യാവശ്യമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലർന്നുകൊണ്ടുള്ള ഇഖ്തിലാത്ത് നിഷിദ്ധമാക്കുകയും സ്ത്രീകളിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുവാൻ പ്രവാചകന്റെ മദ്രസയിൽ നിന്ന് അഭ്യസിപ്പിക്കപ്പെട്ട സ്ത്രീകൾ തന്നെ ആവശ്യമായി വന്നതിനാൽ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും യുവജന സമൂഹങ്ങളിലേക്കും മധ്യവയസ്കരിലേക്കും വൃദ്ധരിലേക്കുമൊക്കെ ഇസ്ലാമിക സന്ദേശത്തിന്റെ ആസൂത്രിതമായ പ്രചാരണത്തിന് വ്യത്യസ്ത മാനസിക യോഗ്യതയുള്ള പല പ്രായത്തിലുള്ള പ്രവാചക ശിക്ഷണം ലഭിച്ച സ്ത്രീരത്നങ്ങൾ ആവശ്യമായിരുന്നു. ആ വശം കൂടി പരിഗണിച്ചുകൊണ്ട് വേണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെക്കുറിച്ച് നാം വിലയിരുത്തേണ്ടത്.
നിരക്ഷരരായ ഒരു സമൂഹത്തെ, പ്രാകൃതമായ പല അന്ധവിശ്വാസങ്ങളിലും പെട്ട് ദിശാബോധമില്ലാതെ നിലകൊള്ളുന്ന ഒരു സമൂഹത്തെ സമൂലമായ സാമൂഹ്യ പരിവർത്തനത്തിന് വിധേയമാക്കാൻ സംസ്കരണ പ്രക്രിയ അത്യാവശ്യമായിരുന്നു. പ്രവാചക പത്നിമാർ അള്ളാഹുവിന്റെ ദിവ്യവെളിപാട് നേരിട്ടേറ്റുവാങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യം സിദ്ധിച്ചവരും സഹശയനം നടത്തിയവരും ആയതുകൊണ്ട് വേദഗ്രന്ഥ സംഗ്രഹം മനസ്സിലാക്കുന്ന വിഷയത്തിൽ അവർ മുൻപന്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സംസ്കൃതിയുടെ വ്യാപനത്തിന് വേണ്ടി സമൂഹത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഏറ്റവും യോഗ്യർ പ്രവാചക പത്നിമാരായിരുന്നു. ഈ പ്രബോധനപരവും ശിക്ഷണപരവുമായ അവരുടെ റോൾ നാം മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഹിക്മത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വ്യത്യസ്തമായ സ്വഭാവ സംസ്കാരങ്ങൾ ഉള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിച്ചു എന്നത്. ഉദാഹരണമായി ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നീ പ്രമുഖരായ സഹാബിമാരുമായും അവരുടെ കുടുംബവുമായുള്ള പ്രവാചകന്റെ ബന്ധം സുദൃഢമായി വന്നു. ഉമ്മു സലമയെ കല്യാണം കഴിച്ചപ്പോൾ അബൂജഹൽ, ഖാലിദ് ബിൻ വലീദ് തുടങ്ങിയ ഗോത്ര പ്രമുഖരുമായുള്ള ബന്ധം സജീവമായി. അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബയെ കല്യാണം കഴിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ നിന്ന് പിന്നീട് ശത്രുതാപരമായ ഒരു സമീപനം പ്രവാചകനോടും മുസ്ലിം സമൂഹത്തോടും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സഫിയ, ജുവൈരിയ, റൈഹാന തുടങ്ങിയ ജൂത ഗോത്രത്തിലെ സ്ത്രീരത്നങ്ങൾ പ്രവാചകന്റെ പത്നീപദം അലങ്കരിച്ചപ്പോൾ, അവരെ മുഴുവൻ പ്രവാചകൻ സ്വതന്ത്രരാക്കി വിവാഹം കഴിച്ചപ്പോൾ, അവരുടെ ഗോത്രമരുമകനായി ഗണിക്കപ്പെട്ട പ്രവാചകനോട് ശത്രുതാ നയം പുലർത്തുക എന്നത് ഒരു അപമാനമായി അവർ കരുതുകയും ആ ശാസ്ത്രവം പിന്നീട് കുറഞ്ഞു വരികയും ബന്ധം ഊഷ്മളമാവുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വ്യത്യസ്ത സമൂഹങ്ങളുമായി പ്രവാചകന്റെ ബന്ധം ഊഷ്മളമാകാൻ ഈ വിവാഹങ്ങൾ ഉപകാരപ്പെട്ടു. ഇസ്ലാമികാദർശത്തിന്റെ, ഇസ്ലാമിക സന്ദേശത്തിന്റെ പ്രചാരണം ആ മഹദികളിലൂടെ വിജയം കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖീലായകൂന അലൈക ഹറജുൻ, താങ്കൾക്ക് യാതൊരു വിഷമവുമില്ലാതിരിക്കാൻ വേണ്ടി എന്ന ആ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി ശ്രദ്ധേയമായ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഐ തകൂന ഫീ ഫുസ്ഹ മിനൽ അംർ ഫലാ യബ്ഖാ ലക ശുഗ്ൽ ഖൽബ് ഫയൻസിലു റൂഹുൽ അമീൻ ബിൽ ആയാതി അലാ ഖൽബികൽ ഫാരിഖ് വതുബല്ലിഗു റിസാലാത്തി റബ്ബിക ബിജിദ്ദിക വജ്തിഹാദിക. താങ്കൾ എല്ലാ കാര്യങ്ങളിലും ഉല്ലാസവാനായിരിക്കുവാനും താങ്കളുടെ ഹൃദയത്തിൽ പലതരത്തിലുള്ള സംഘർഷങ്ങളും തിരക്കുകളും ഇല്ലാത്ത അവസ്ഥയിൽ വിശ്വസ്തനായ പരിശുദ്ധാത്മാവ് അള്ളാഹുവിന്റെ സൂക്തങ്ങൾ താങ്കളുടെ അസ്വസ്ഥത അലട്ടാത്ത ഫാരിഗായ താങ്കളുടെ ഹൃദയത്തിലേക്ക് ആ ദൃഷ്ടാന്തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആഴ്ന്നിറങ്ങുവാനും താങ്കളുടെ റബ്ബിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ കഠിനാധ്വാനത്തിലൂടെ, തീവ്രമായ ശ്രമങ്ങളിലൂടെ ജനങ്ങൾക്ക് എത്തിക്കുവാനും വേണ്ടിയാണ് ഈ തരത്തിലുള്ള വിവാഹങ്ങൾ തങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാൻ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.